ഗാസയിലെ ഒരു പൊതുജനാരോഗ്യ സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇസ്രായേലിലൊരു ഹോസ്പിറ്റൽ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ട് നെതന്യാഹു ഇറാനെ യുദ്ധക്കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. ലോകത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഇറാനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ യുദ്ധം അവസാനിക്കേണ്ടത് അത്തരത്തിൽ ഈ വ്യാപാര സ്വഭാവത്തിൽ, കച്ചവട സ്വഭാവത്തിൽ, അതിൻ്റെ ഒരു സാമ്പത്തിക വിനിമയ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഒരു ലോകത്തിന് ആവശ്യമാണ്. ഹമാസിനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടം എന്നുള്ള രീതിക്കൊക്കെ അതിനെ എത്ര അതിനെ ചുരുക്കാൻ ശ്രമിച്ചാലും അവിടെ സാധാരണക്കാരായ ആളുകളാണ് ഈ കൊല ചെയ്യപ്പെട്ട 57,000-ലും ഭൂരിപക്ഷം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. സമാധാനത്തിൻ്റെ മാലാഖയായിട്ട് സ്വയം അവതരിച്ചിരിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ ട്രംപ് തന്നെ ഏകദേശം ഒരു അധികാരം ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞത് ഗാസ മുഴുവൻ ഒഴിഞ്ഞു പോകണം, ഗാസയെ ഒഴിപ്പിക്കും, എന്നിട്ട് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഗാസ ഇപ്പോഴും കടന്നു പോകുമ്പോഴും റൊട്ടി മേടിക്കാൻ നിൽക്കണവനെ വെടിവെച്ച് കൊല്ലണ ഒരു സാഹചര്യം ആ നാട്ടിലുണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ലോകമനസാക്ഷി ഗാസയിലേക്ക് തിരിയാത്തതെന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഒരു വെടിനിർത്തൽ സമയത്ത് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഒരു 12 ദിവസങ്ങളായി നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഇടപെടലോടുകൂടി പരിസമാപ്തിയായി എന്നുള്ള രീതിക്കാണ് ഇപ്പം വലിയ രീതിക്കൊരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 13 ദിവസം കൊണ്ട് ഇറാനിലും ഇസ്രായേലിലും ഉണ്ടായ കാഷ്വാലിറ്റിയുടെ ഒരു ഭീകരതയും കാര്യങ്ങളും അവിടെ ഉണ്ടായ നഷ്ടങ്ങളൊക്കെയാണ് ഇപ്പം ലോകം വലിയ രീതിക്ക് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇറാനിൽ ഏകദേശം ഒരു 600-നും 700-നും അടക്ക ആളുകൾ മരിച്ചെന്നുള്ള വിവരങ്ങളും അത് 950 വരെ ആവാം എന്നുള്ള രീതിക്കൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൽ അത് 50-ൽ ചോടെ ആളുകൾ ഈ സംഘർഷത്തിനിടയ്ക്ക് കാഷ്വാലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെ പുറത്തു വരുന്ന വിവരം. അപ്പം പക്ഷേ നമുക്കും അറിയാം, ഒരു 12 ദിവസം ഈ യുദ്ധം നീണ്ടപ്പോഴേക്കും ലോകം മുഴുവൻ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ആ ഒരു പരിസരത്തേക്ക് ചുരുങ്ങിയിരുന്നു. എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ പോയ ലോകത്തിന് എന്ത് സംഭവിക്കും, ആളുകൾ മരിക്കുന്നു, കെട്ടിടങ്ങൾ തകരുന്നു, നഷ്ടം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിക്കുള്ള പ്രതികരണങ്ങളാണ് ആ ഒരു സമയത്ത് ഉണ്ടായത്. നമ്മളൊരു കുറച്ച് പിന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടയ്ക്ക് ഇസ്രായേലിൽ ഒരു ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു ആരോപണം ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു. ഇറാൻ അതിന് പറഞ്ഞത് ഞങ്ങൾ അവിടുത്തെ സൈനിക കേന്ദ്രം ആക്രമിച്ചു, അതിന് തൊട്ടടുത്തുള്ള ആ സമയത്ത് ഹോസ്പിറ്റലിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി, അതിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചെന്നുള്ളതായിരുന്നു അതിനകത്ത് ഇറാൻ്റെ ഒരു വേർഷൻ. അപ്പോൾ പോലും ഇതിന് പിന്നാലെ നെതന്യാഹു പറഞ്ഞത് ഇത് യുദ്ധക്കുറ്റമായി പ്രഖ്യാപിക്കണമെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ലോകം മുഴുവൻ ചിന്തിച്ചിട്ടുണ്ടാവുക ഗാസയെ പറ്റിയാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കഴിഞ്ഞ 2 കൊല്ലത്തോളമായി, അതായത് നമുക്കറിയാം 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഗാസയെപ്പറ്റി ചിന്തിക്കുകയും ഗാസയിലെ ആളുകളുടെ ദുരിതത്തെപ്പറ്റി കുറച്ചെങ്കിലും ആകുലപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ആ നിമിഷം ഇസ്രായേലിന് ഇത് പറയാൻ എന്താണ് അർഹത എന്ന് ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും. WHO യൂണിസെഫും പോലെ ലോകത്ത് സ്വതന്ത്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും പറയുന്ന കണക്കുകൾ പ്രകാരം ഗാസയിൽ ആകെയുള്ള ഹോസ്പിറ്റലുകളിൽ 94% പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കണക്ക് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2 ദശലക്ഷം ആളുകളോളം വരുന്ന ഗാസയിൽ മൊത്തം കിടക്കകളുടെയാണ് ഇപ്പോൾ നിലവിലുള്ള ആശുപത്രികളിലെ ഒരു ബെഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറും 2000 മാത്രമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ രീതിക്ക് ഗാസയിലെ ഒരു പൊതുജനാരോഗ്യ സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇസ്രായേലിലൊരു ഹോസ്പിറ്റൽ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ട് നെതന്യാഹു ഇറാനെ യുദ്ധക്കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വിരോധാഭാസങ്ങളുടെ ഒരു ആകത്തുക നമുക്ക് ഗാസയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ വായിക്കാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളീ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ ഇറാനിലെ ഒരു മൊത്തം ടോട്ടൽ ഈ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ എണ്ണത്തെ പറ്റി പറഞ്ഞല്ലോ. അതിനേക്കാളേറെ ആളുകൾ അതിനേക്കാളും കൂടുതൽ ആളുകൾ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കണ ഈ 12 ദിവസം കൊണ്ട് ഗാസയിൽ മരിച്ചിട്ടുണ്ട്. ഏകദേശം 870ഓളം ആളുകളാണ്
ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം നടന്ന ആ കാലയളവിൽ മാത്രം ഗാസയിൽ മരിച്ചതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും ഈ സഹായം, അതായത് ഇപ്പോൾ ഗാസയിൽ സഹായം വിതരണം ചെയ്യുന്ന സമയത്ത് സഹായം തേടിപ്പോണ ആളുകളാണ് അതിൽ ഭൂരിപക്ഷവും. 400ഓളം ആളുകൾ സഹായം തേടിപ്പോയപ്പോഴാണ് അവർ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ യുണിസെഫ് പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഈ സഹായം തേടിപ്പോയ ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും എന്താ പറയുക, ഒരു ഇപ്പോൾ ഇരയെപ്പോലെ ഈ ആക്രമണത്തിട്ട് ചെന്ന് വീഴുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സഹായം വിതരണം ചെയ്യുന്ന സമയവും കാര്യങ്ങളൊക്കെ ഫോണിലൂടെ അറിയിപ്പായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും ഗാസയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് ഈ ഇൻ്റർനെറ്റ് പലപ്പോഴും ഡൗൺ ആയിരിക്കും. അപ്പം ഈ കൊടുക്കുന്ന മെസ്സേജ് ആളുകൾക്ക് ഡെലിവർ ആകുമ്പോഴേക്കും ആക്ച്വലി ഈ ആളുകൾ അവിടെ ചെന്ന് നിൽക്കേണ്ട സമയം കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജ് ഡെലിവർ ആവുക. പക്ഷേ ആളുകൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സമയത്തിന് ആ മെസ്സേജ് കിട്ടാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ ഭക്ഷണത്തിൻ്റെ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം ആ നിശ്ചിത സമയത്ത് മാത്രമാണ് അത്തരത്തിൽ ഈ അതൊരു അപകട സാധ്യതയല്ലാത്ത മേഖലയായി മാറുന്നുള്ളൂ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യം സ്വാഭാവികമായിട്ടും ഈ വരുന്ന ജനക്കൂട്ടം തങ്ങളെ ആക്രമിക്കാൻ വരുന്നതാണെന്നുള്ള പേരിൽ അവർക്കെതിരെ വെടിവെക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതിന് ഇസ്രായേൽ കൊടുക്കുന്ന ഒരു മറുപടി, ഇസ്രായേൽ സൈന്യം കൊടുക്കുന്ന ഒരു അവരുടെ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വെടിവെച്ചതെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പരിതാപകരമായൊരവസ്ഥയിലൂടെ ഗാസ കടന്നു പോവുകയാണ്. നമ്മളിപ്പം 2023 ഒക്ടോബർ 7 ഈ 7-ന് ശേഷം ഈ ദിവസം വരെ ഗാസയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏകദേശം ഒരു 57,000-ഓളം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടെന്നാണ്. അത് ഒരു വംശഹത്യയുടെ സ്വഭാവത്തിയിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പ് ലോകത്ത് പല സ്ഥലത്തും ഇത്തരം വംശഹത്യകൾ എന്നുള്ള രീതിക്ക് യുദ്ധങ്ങളുടെ സമയത്ത് ഒരു ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നത്, ഇപ്പം സദാം ഹുസൈൻ്റെ പേരിലായി കഴിഞ്ഞാലും അങ്ങനെ ലോകത്ത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റും. ഒരു വംശഹത്യയുടെ സ്വഭാവത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടമരണങ്ങളെയോ കൂട്ട കൊലപാതകങ്ങളെയൊക്കെ പരിഗണിക്കപ്പെട്ടത്. പക്ഷേ ഗാസയിൽ ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 57,000 ആളുകൾ മരിച്ചു വീണിട്ടും അത് ആ അർത്ഥത്തിൽ ഈ ലോകം അഭിസംബോധന ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത് 12 ദിവസം കൊണ്ട് ലോകത്തിൻ്റെ മനസാക്ഷി മുഴുവൻ ഈ ആളുകളുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും എതിരെ ഉയർന്നപ്പോഴും ഗാസയിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 57,000 ആളുകൾ മരിച്ചു വീണു. ഗാസയിൽ ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 57,000 ആളുകൾ മരിച്ചു വീണിട്ടും അത് ആ അർത്ഥത്തിൽ ഈ ലോകം അഭിസംബോധന ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത് 12 ദിവസം കൊണ്ട് ലോകത്തിൻ്റെ മനസാക്ഷി മുഴുവൻ ഈ ആളുകളുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും എതിരെ ഉയർന്നപ്പോഴും ഗാസയിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 57,000 ആളുകൾ മരിച്ചു വീണു എന്നുള്ളൊരു വിഷയം. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഹമാസിനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടം എന്നുള്ള രീതിക്കൊക്കെ അതിനെ എത്ര അതിനെ ചുരുക്കാൻ ശ്രമിച്ചാലും അവിടെ സാധാരണക്കാരായ ആളുകളാണ് ഈ കൊല ചെയ്യപ്പെട്ട 57,000-ലും ഭൂരിപക്ഷം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വേറൊരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഏകദേശം 50,000-ഓളം കുട്ടികൾ മരിക്കുകയോ പരിക്കേൽക്കപ്പെടുകയോ ചെയ്തെന്നാണ് കണക്ക്. ഈ 50,000 കുട്ടികളിൽ ഏകദേശം ഒരു 15,000-ഓളം കുട്ടികൾ മരിച്ചുപോയി എന്നുള്ള ഒരു ചിത്രവും കൂടി ഗാസയിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന കണക്ക് പ്രകാരം ഏകദേശം ഒരു 3,35,000-ഓളം കുട്ടികൾ ഈ പരിമിതമായ പോഷകാഹാരം, ഏറ്റവും വളരെ പോഷകാഹാര ദൗർബല്യത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഏതാണ്ട് 6,65,000-ഓളം കുട്ടികൾ ഗാസയിൽ വിദ്യാഭ്യാസമില്ലാതെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഗാസ ഉപരോധത്തേക്കൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഈ ഉപരോധത്തേക്കൂടെ കടന്നു പോകുമ്പോൾ ഭക്ഷണത്തിൻ്റെ ദൗർബല്യം, എല്ലാ തരത്തിലുള്ള മാനുഷിക അവകാശങ്ങളുടെയും കുറവിനകത്ത് നിന്നിട്ട് ഒരു ജനത ജീവിച്ച ഈ കാലയളവാണ് ഈ 15 കൊല്ലം. ഈ 15 കൊല്ലത്തുള്ള ജനങ്ങളുടെ ഒരു മെൻ്റൽ ട്രോമയുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടാകുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികളാണ് ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ അർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു യുദ്ധ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചുറ്റും മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ മുമ്പിലിരുന്ന് വാവിട്ട് കരയുന്ന, എന്താണ് മരണം എന്ന് പോലും മനസ്സിലാക്കാൻ പ്രായമില്ലാത്ത കുട്ടികളുടെ വളരെ ദയനീയമായ ചിത്രം നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ബാക്കി നമ്മളീ പറഞ്ഞ 57,000-നകത്ത് ഈ മരിച്ചു വീണ 15,000 കുട്ടികളുടെ കണ്ണീര് പോലും ഈ ലോകം കാണുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഈ ഹോസ്പിറ്റലുകളുടെ ഗാസയിലെ ഹോസ്പിറ്റലുകളുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അടുത്തിടെ വായിച്ചൊരു വളരെ ഹൃദയഭേദകമായൊരു വാർത്തയുണ്ട്. അലാൽ നജാർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, വനിതാ ഡോക്ടറാണ്.
അവർ രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് 6 മാസമുള്ള കുട്ടീനെ തൊട്ടിലിൽ ഉറക്കി കിടത്തി ഉമ്മ കൊടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അവർ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് അവരുടെ വീട് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നെന്നുള്ള വിവരം കിട്ടുന്നത്. അവരുടെ ആ തകർന്ന വീട്ടിനകത്തുനിന്ന് അവരുടെ 10 കുട്ടികൾ അവർക്കുണ്ട്. 7 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. 2 പേര് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിൽ ആയിപ്പോയിരുന്നു. ഒരു കുട്ടിയും അവരുടെ ഹസ്ബൻഡും വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്നു. ഇതാണ് നമ്മൾ ആ വാർത്ത വായിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവരപ്പോൾ ആ സമയത്ത് അവർ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ഇത്തരത്തിൽ യുദ്ധവും ഏൽപ്പിച്ച അപകടങ്ങൾ കൊണ്ട് വന്ന കുട്ടികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവർക്ക് അവരുടെ കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുപോലെ സഹോദരങ്ങൾ മരിച്ച ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാരുടെ ഇത്തരത്തിൽ വളരെ മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഗാസ ഇപ്പോഴും കടന്നു പോകുമ്പോഴും ഈ സഹായം റൊട്ടി മേടിക്കാൻ നിൽക്കണവനെ വെടിവെച്ച് കൊല്ലണ ഒരു സാഹചര്യം ആ നാട്ടിലുണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ലോക മനസാക്ഷി ഗാസയിലേക്ക് തിരിയാത്തതെന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഒരു വെടിനിർത്തൽ സമയത്ത് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ച സമയത്ത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നൊരു നിലപാടിട്ട് പോകേണ്ട സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇറാൻ കുറച്ചുകൂടി വളരെ എണ്ണ സമ്പത്ത് കൊണ്ടും ലോകത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഇറാനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ യുദ്ധം അവസാനിക്കേണ്ടത് അത്തരത്തിൽ ഈ വ്യാപാര സ്വഭാവത്തിൽ, കച്ചവട സ്വഭാവത്തിൽ, അതിൻ്റെ ഒരു സാമ്പത്തിക വിനിമയ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഒരു ലോകത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ ഗാസയെ സംബന്ധിച്ച് ചുറ്റും കടലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കര സൈഡിൽ ഇസ്രായേൽ ഒരു എന്താ പറയുക ആൾമറ തീർത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ജനതയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് വേറെ പ്രിവിലേജ് ഒന്നുമില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാനും ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചതിന് ശേഷം ട്രംപ് ഇത് ഞാനാണ് അവസാനിപ്പിച്ചത്, ഈ യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത്, സമാധാനത്തിൻ്റെ വക്താവായി സ്വയം ഇപ്പം ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ സമയത്തും അതിനുശേഷം ഇപ്പം നടന്ന കാര്യത്തിലായാലും ഇപ്പം റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ സമയത്തെല്ലാം സമാധാനത്തിൻ്റെ മാലാഖയായിട്ട് സ്വയം അവതരിച്ചിരിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ ഈ ട്രംപ് തന്നെ ഏകദേശം ഒരു അധികാരം ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞത് ഗാസ മുഴുവൻ ഒഴിഞ്ഞു പോകണം, ഗാസയെ ഒഴിപ്പിക്കും, എന്നിട്ട് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും ഈ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ ദുരന്തവും അവർ അഭിമുഖീകരിക്കുന്ന ദുരിതവും ഒന്നും മനസ്സിലാക്കാത്ത ഒരു ലോകമാണ് ഇന്നും നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ രീതിക്ക് സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിൻ്റെയൊക്കെ ഒരു സന്ദേശം എല്ലാവരും ഇങ്ങനെ ഇപ്പം എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇങ്ങനെ അത് ഏറ്റുപാടുവാണല്ലോ. അപ്പോൾ ഇവരുടെ എല്ലാം ഈ നിലപാടിലൊരു ഇരട്ടത്താപ്പോടെ കൂടിയാണ് ഈ ദുരിതമൊഴിയാതെ നിൽക്കുന്ന ഗാസയെപ്പറ്റി ഇവരൊന്നും ഒരഭിപ്രായം പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഇറാനെ ആക്രമിക്കരുത്, നിങ്ങൾ ഇറാനിട്ട് പോയ പൈലറ്റുമാരെ തിരിച്ചു വിളിക്കും, അവിടെ ബോംബിടരുതെന്ന് പറയുമെന്ന് നെതന്യാഹുവിനോട് ഫോണിൽ കൂടെ ട്രംപ് പറയുമ്പോഴേക്കും നെതന്യാഹു അപ്പം തന്നെ സൈന്യത്തോട് പറയുകയാണ് നിങ്ങൾ തിരിച്ചടി നിർത്തണമെന്ന്. അപ്പം അത്തരത്തിൽ ഇസ്രായേലിന് മേലൊരു ആജ്ഞാശക്തി പ്രയോഗിക്കാൻ ശേഷിയുള്ള ട്രംപ് ഈ ഗാസ വിഷയത്തിൽ ഇസ്രായേലിനോട് അത്തരത്തിലൊരു കർക്കശ സമീപനം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ലോകത്തിൻ്റെ ഇരട്ടത്താപ്പാണ്. ഈ 12 ദിവസത്തെ യുദ്ധത്തിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കിയ എല്ലാ മനുഷ്യരുടെ ഇരട്ടത്താപ്പാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും.